ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫണ്ടിംഗ് ബിപ്സിൽ നിന്ന് പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പ്രോസസ്ഡ് ആയിട്ടുണ്ട്. ഫണ്ട് ബിപ്സിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അത് പ്രോസസ്ഡ് എന്നുള്ള സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റും റിക്വസ്റ്റ് ചെയ്ത ഡേറ്റും എമൗണ്ടും ഉണ്ട്. ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് റൈസ് ആണ്. അപ്പോൾ റൈസിൻ്റെ സ്ക്രീനിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മുടെ എമൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ റൈസിൻ്റെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ പേ ഔട്ട് എമൗണ്ട് എത്രയാണെന്നുള്ളത് റൈസിൽ വന്ന് കിടക്കുന്നതും കാണാം. നമ്മൾ എഗ്രിമെൻറ്റ് നേരത്തെ സൈൻ ചെയ്തുകൊണ്ട് ഇനി സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് മുന്നേ ഇത് ഉപയോഗിച്ച് പേ ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാര്യം അക്കൗണ്ട് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അവിടെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, USD കോയിൻ ബേസ് വഴി ചെയ്യാം, ബ്ലോക്ക് ചെയിൻ വാലറ്റ്. നമ്മൾ ബ്ലോക്ക് ചെയിൻ വാലറ്റാണ് ERC20 ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ ഇൻവോയ്സസ്, അതായത് നമ്മുടെ പ്രീവിയസ് പേ ഔട്ടുകളുടെ ഇൻവോയ്സസ് നമുക്ക് അവിടെ കാണാൻ പറ്റും, എത്രയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പേ ഔട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അത് ഏതൊക്കെ ക്ലയൻസിൽ നിന്നുള്ള പേ ഔട്ട് എടുത്തിട്ടുള്ളത്, ഫണ്ടഡ് ടിപ്സ് കൂടാതെ. ഓക്കെ, പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും അതിൻ്റെ ആക്ടിവിറ്റീസും കാണാം. പിന്നെ വിഡ്രോവൽ എന്നുള്ള സെക്ഷനിലാണ് നമ്മുടെ പേ ഔട്ട് എടുക്കേണ്ട ഒരു പ്രൊസീജിയർ വരുന്നത്. അതിന് മുന്നേ നമ്മളതിനെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടൊരു കണക്ട് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കതിൻ്റെ ഒരു പാസ്വേഡ് ഉണ്ട്. അത് വളരെ സെക്യൂറായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പാസ്വേഡാണ്. കാരണം ആ പാസ്വേഡ് നമ്മൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്തില്ല എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ വാലറ്റ് ആയതുകൊണ്ട് നമുക്കിത് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനായിട്ട് കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. റൈസ് സെക്യൂരിറ്റി കീ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കോയിൻ ബേസ് വാലറ്റ് അല്ല നമ്മളുള്ളത്, റൈസ് ആണ്. അപ്പോൾ റൈസ് സെക്യൂരിറ്റി കീ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതവിടെ വരും. അത് സെലക്ട് ചെയ്ത് കണക്ട് കൊടുക്കുക. അല്ലാത്തവർ അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, തെറ്റരുത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മുടെ വാലറ്റിനെ കണക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നടക്കാനുള്ളത്. ഇപ്പോൾ വാലറ്റ് കണക്ട് ആകുമ്പോൾ അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ആവും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം വാലറ്റുമായിട്ട് കണക്ട് ആവുന്നത് നോക്കാൻ. ഓക്കെ, ഇപ്പോൾ ദേ ആ കീ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്, വാലറ്റുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇനി വിഡ്രോവൽ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ വിഡ്രോ സെക്ഷനിലേക്ക് വരിക. അത് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. ആർബിറ്റേറിയം 1 നെറ്റ്വർക്ക് USDT ആയിട്ടാണ്, ബിനാൻസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കത് കാണാം. അപ്പോൾ അത് ലോഡായി വരാനുള്ളൊരിതുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈസ് ചെയ്യുമ്പോൾ ഈ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് സൈനിങ്ങും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡായിട്ടുണ്ട്, സ്ക്രീൻ ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണ് വിഡ്രോ എമൗണ്ട്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ലെവലിൽ ഒരു ചെറിയ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് കൃത്യമായിട്ട് അത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അത് അവർ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ എമൗണ്ട് തന്നെ ചെയ്ത് ആദ്യം നോക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാര്യം കണക്ഷൻസ് എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു $20 ചെയ്ത് കാണിക്കുകയാണ്. ഫുൾ എമൗണ്ട് ഞാൻ ലേറ്റർ വിഡ്രോ ചെയ്തോളാം, ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു $20 വിഡ്രോ ചെയ്യാം. കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ചാർജസും കാര്യങ്ങളും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേരിയേഷൻ വെച്ചിട്ട് നമ്മൾ കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിനാൻസിൻ്റെ വാലറ്റിലേക്ക് ആ എമൗണ്ട് എത്തുന്നതായിരിക്കും. മാക്സിമം നമുക്ക് 2420.40 എടുക്കാം. ഞാനിപ്പോൾ $20 ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് റിസീവ് ആവുന്നുള്ളത്. അപ്പോൾ റൈസ് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ റൈസിൻ്റെ അക്കൗണ്ട് എടുക്കലും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ $20 നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടക്കും. വെയിറ്റ് ചെയ്യാം. റൈസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്രോസസ്സിങ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് താഴെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, നമ്മുടെ $20 പ്രോസസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ വാലറ്റിലേക്ക് അത് വരുന്നതായിരിക്കും. ബിനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എമൗണ്ട് ബിനാൻസിലേക്ക് ക്രെഡിറ്റ് ആയിട്ടായിട്ട് നമുക്ക് കാണാം. 2419.98 USD ആണ് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവുക. അത്രയും പ്രോസസ്സുകളാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. നമ്മുടെ ബാലൻസും വാലറ്റ് ഇതുമെല്ലാം നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ കാണാനും അത് ചെക്ക് ചെയ്യാനും ഒക്കെ പറ്റും. അത് നമുക്ക് വേറെ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പേ ഔട്ട് റിക്വസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിലേക്ക്
വാലറ്റിലേക്ക്, അതായത് ബിനാൻസിൻ്റെ വാലറ്റിലേക്ക് നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റും ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേ ഔട്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.